ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽപ്പെട്ട രോഗസൗഖ്യത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മുടന്തനായ ഒരു വ്യക്തിക്ക് പത്രോസ് ശ്ലീഹ സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി കുതിച്ചു ചാടിയും അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഇത് കണ്ട ജനം ആശ്ചര്യപ്പെട്ടു. അവർ യോഹന്നാനെയും പത്രോസിനെയും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് അവരോട് ചോദിക്കുകയാണ്, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിന് അത്ഭുതപ്പെടുന്നു? ഞങ്ങളുടെ ശക്തിയോ സുഹൃതം കൊണ്ടാണോ ഇവന് നടക്കുവാൻ കഴിവ് കൊടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതെല്ലാം ചെയ്യുന്നത് ഈശോയാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തുള്ളിച്ചാടിയും അല്ലെങ്കിൽ കുതിച്ചു ചാടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി നടത്തിയത് ഈശോയാണ്. ഈശോയുടെ നാമത്തിലുള്ള വിശ്വാസമാണ് അവന് ഇപ്രകാരം സാധിച്ചത് എന്ന് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. രോഗശാന്തി പ്രധാനമായും 4 രീതിയിലാണ് നമ്മൾ കാണുക. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അത്ഭുതകരമായി പെട്ടെന്ന് സൗഖ്യത്തിലേക്ക് കടന്നു വരും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 3 സുഹൃത്തുക്കൾ കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവിടെ എലിപ്പനി ബാധിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ മരണത്തെ കാത്തു കിടക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാവരും വിലപിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് മറ്റൊരു ബെഡിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നീങ്ങി. ഉടനെ തന്നെ ആ ബെഡിൽ കിടന്ന രോഗിയുടെ ബന്ധുവോ സ്വന്തമോ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി ഓടി വന്നിട്ട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട്, ഡോക്ടർമാർ വിധി എഴുതി മരിച്ചു പോകുന്ന വിധി എഴുതിയാണ് അവന് എഴുന്നേറ്റിരുന്ന് ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നത് കണ്ടോ. അത്ഭുതകരമായ രോഗശാന്തി നടക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ കണ്ണ് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് സൗഖ്യമുണ്ടായത്? ഞാൻ പറഞ്ഞു, എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി. അദ്ദേഹം പറഞ്ഞല്ല, പാപിയുടെയും പ്രാർത്ഥനയും ദൈവം കേൾക്കും. അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസം മൂലമാണ്. അപ്പോൾ വിശ്വാസം ആഴത്തിലുണ്ടെങ്കിൽ അവിടെ ഒരു നീതീകരണം ദൈവം നടത്തുന്നുണ്ട്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. മറ്റൊരു സൗഖ്യം എന്ന് പറയുന്നത്, മരുന്ന് എത്ര കഴിച്ചിട്ടും ആ രോഗി സൗഖ്യപ്പെടുന്നില്ല. കാരണം മരുന്ന് ആ ശരീരം സ്വീകരിക്കുന്നില്ല. പ്രാർത്ഥന കഴിയുമ്പോൾ ആ രോഗിയുടെ ശരീരം ആ മരുന്നിനെ സ്വീകരിച്ചു തുടങ്ങാം. 3-ാമതായി നമ്മൾ കാണുന്നത് മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് ആവശ്യപ്പെടാത്ത വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്നവർക്കും സ്വദേശത്തായിരിക്കുന്നവർക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പോൾ സൗഖ്യത്തിൻ്റെ മേഖല ഞാൻ പറഞ്ഞു വെച്ചത്, 1 അത്ഭുതകരമായ രോഗസൗഖ്യം, 2 മരുന്ന് ശരീരത്തിൽ പിടിക്കുന്നത്, 3 സാവധാനത്തിൽ രോഗം മാറുന്നത്, 4 അവർ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതും ഒരു സൗഖ്യമാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ മേൽ
രോഗശാന്തി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദുബായിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. എൻ്റെ ഒരു സുഹൃത്ത് ബിസിനസ് മറ്റൊരു സുഹൃത്തുമായി നടത്തി. ആ സുഹൃത്ത് ഇദ്ദേഹത്തെ വഞ്ചിച്ചു. ഇദ്ദേഹത്തിന് 16 ലക്ഷം രൂപയോളം അദ്ദേഹം വഞ്ചിച്ചെടുത്തു. ഇതുവരെ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആ കുടുംബം ഈ ലോകത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നാട്ടിൽ നിന്ന് കുറേയേറെ കടമെടുത്താണ് വിദേശത്ത് അദ്ദേഹം തൊഴിലിട്ടത്. സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് പറഞ്ഞ ബിസിനസ് സ്ഥാപനം ആ സുഹൃത്തിൻ്റെ പേരിലേക്ക് മാറ്റി. ഇദ്ദേഹം ആപ്പാടെ വിഷമത്തിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, ആ സഹോദരൻ്റെ വേദനകൾ നമുക്ക് ചേർത്ത് വെച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിനെ നീ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഈശോയെ, നിന്നിൽ നിന്ന് ആരംഭിച്ച് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരായി തീരാതെ ആത്മാവിൽ ജീവിക്കുവാനും അവർക്ക് കിട്ടേണ്ട സമയത്ത് ഏൽപ്പിക്കുവാനും നാഥ നീ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ നീ തകർത്ത് കളയാതെ നിന്റെ കരം പിടിച്ച മക്കളെ നീ ഉയർത്തണമേ. പിന്നെ വഞ്ചിച്ച വ്യക്തികൾക്ക് മനസാന്തരം കൊടുക്കണമേ. വാങ്ങിച്ചെടുത്ത പണം തിരിച്ചു കൊടുക്കാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രോഗികളും നിന്റെ ആത്മാനുവർഷം ഉണ്ടാകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ആശ്രയ മാതാവേ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.